പൊന്നിൻ ചിങ്ങത്തെ വരവേറ്റ് നാടും നഗരവും ഓണാഘോഷത്തിലേക്ക്. ഇനി 10ാം നാൾ തിരുവോണം. ചിങ്ങമാസ പൂജയ്ക്കായി ശബരിമലയിൽ നട തുറന്നു. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. വെള്ളിയാഴ്ച നട അടയ്ക്കും. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള ആദ്യ LDF യോഗം ഇന്ന്. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലി CPI-യുമായുള്ള തർക്കത്തിനിടെ യോഗം. സർക്കാരിനെതിരായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് BJPക്ക് നിർണായക ദിനം. മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ അസാധുവാക്കണമെന്ന LDF ആവശ്യം ഹൈക്കോടതി പരിഗണിക്കും. സത്യപ്രതിജ്ഞ അസാധുവാക്കിയ 20 കൗൺസിലർമാരാണ് മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതെന്ന് വാദം. കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ മകൻ അച്ഛനെ അടിച്ചുകൊന്നു. കൊല്ലപ്പെട്ടത് ശശിധരൻ. മകൻ അഭിരാം കസ്റ്റഡിയിൽ. പ്രതി ലഹരിക്ക് അടിമയെന്ന് പോലീസ്. മലയാള സർവകലാശാലയിലെ വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾക്കെതിരെ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. സമരം അവസാനിപ്പിച്ച് MSF. കേരള സർവകലാശാല താത്കാലിക VC മോഹനൻ കുന്നുമലിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഇടത് വലത് വിദ്യാർത്ഥി സംഘടനകൾ. മുത്തങ്ങ വെടിവെപ്പ് കേസിലെ ശിക്ഷാവിധിക്കെതിരായ പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. 5 വർഷത്തെ കഠിന തടവ് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചത് M ഗീതാനന്ദൻ അടക്കമുള്ളവർ. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുനായങ്കെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. 3 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടും. അഭിമന്യു കൊലക്കേസിൽ സാക്ഷി വിസ്താരം ആരംഭിക്കാനുള്ള നടപടികൾ ഇന്ന് തീരുമാനിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത് 16 പ്രതികളെ. വന്ദേമാതര വിവാദത്തിൽ സോണിയാഗാന്ധി മാപ്പ് പറയണമെന്ന BJP ആവശ്യം തള്ളി കോൺഗ്രസ്. BJPയുടേത് അനാവശ്യ വിവാദത്തിനുള്ള ശ്രമമെന്ന നേതൃത്വം. കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹി പോലീസും കർണാടകയിലും BJPയുടെ പരാതി. ഇറാൻ US ധാരണാപത്രത്തിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ചു. ഇറാൻ ആണവായുധ നിരോധ നീക്കങ്ങളിൽ സഹകരിക്കാത്തതിൽ ദക്ഷിണ കൊറിയയുമായി സൈനിക അഭ്യാസം ചുരുക്കി അമേരിക്ക.